ഹായ് സ്റ്റുഡൻസ്, ആൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു പോമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ഇസ് എ പോം അബൌട്ട് ആൻസ്, റീഡ് ആൻഡ് എൻജോയ്. ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ അല്ലേ, ഉറുമ്പുകളെ കുറിച്ചാണ് ഈ ഒരു കവിത. അപ്പോൾ ഉറുമ്പിനെ കുറിച്ച് എന്താണ് കവിക്ക് പറയാനുള്ളതെന്ന് നോക്കിയാലോ. സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദ ആൻഡ്, ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. അപ്പോൾ എന്താണ് സച്ച് എ ലിറ്റിൽ തിങ്, അത്രയും ചെറിയ ഒരു ജീവിയെയാണ് നമ്മൾ ആൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് സീംസ് ഇറ്റ് ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. പക്ഷെ ആൻഡ് എന്ന് പറഞ്ഞ ജീവിക്ക് കാണ്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. കാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല, ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വേർഡ് ആൻഡ് എന്ന് പറഞ്ഞ ജീവിയുടെ ജീവിതത്തിലേ ഇല്ല. അതായത് ഉറുമ്പുകൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. They will climb up, over, around and through. It seems there is nothing ants can't do. അപ്പോൾ എന്താണ് they will climb up over, ഏതൊരു വസ്തുവിൻ്റെ മുകളിലേക്കും അവർക്ക് കയറാം. അതിൻ്റെ ചുറ്റുപുറം എറൗണ്ട്, ചുറ്റുഭാഗത്ത് കൂടെ പോവാം. ദെൻ ത്രൂ, പല സാധനങ്ങളുടെ ഉള്ളിലൂടെയൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എവിടെ വെച്ചാലും എത്ര ഉയരത്തിലേക്ക് കയറിയിട്ട് അത് എടുക്കാനും അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ, ഇപ്പോൾ കവറിൻ്റെ ഒക്കെ ഉള്ളിലൂടെ ഹോൾസൊക്കെ ഉണ്ടാക്കി പോയി എടുക്കാനൊക്കെ ആൻസിന് കഴിവുണ്ട്. ഇറ്റ് സീംസ് ദർ ഇസ് നത്തിങ് ആൻസ് കാൺ ഡു. അപ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഈ ഉറുമ്പുകൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, അവർക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവർ ചെറിയ ജീവിയാണ് നമ്മൾ ആണ്ടെന്ന് വിളിക്കുന്നതെങ്കിൽ പോലും അവർക്കെന്താണ് ഒരുപാട് അബിലിറ്റീസ് ഉണ്ട് എന്നാണ് കവി പറയുന്നത്. They never quit, they never stay, they always find another way to get to where they need to go. They never quit. അവർ ഒരു കാര്യവും നിർത്തില്ല. എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് നിർത്തി അവർ പോവില്ല. They never stay. അവരൊരിക്കലും അടങ്ങിയിരിക്കുകയില്ല അല്ലേ. നമ്മളെപ്പോഴും ആൻസിനെ കാണുമ്പോൾ എന്തായിരിക്കും, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അടങ്ങിയിരിക്കുന്ന ഉറുമ്പുകളെ നമ്മൾ കാണാറില്ല. They always find another way to get to where they need to go. അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ എന്താണ്, അവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. അവരുടെ മുമ്പിലുള്ള ഒരു വഴി നഷ്ടമായാൽ അവർ മറ്റൊരു വഴി കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പുതിയ പുതിയ വഴികൾ ലൈഫിൽ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ ദിസ് ബഗ് സോ സ്മാൾ, ദിസ് ടൈനി സ്പെക്ക് ക്യാൻ ടീച്ച് us all how to earn respect. അപ്പോൾ കവി വണ്ടർ ചെയ്യണം, ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ. എങ്ങനെയാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? അതായത് ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി കണ്ടെത്തണം, അല്ലെങ്കിൽ ജീവിതത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഇതൊക്കെ എങ്ങനെയാണാവും ഇവർക്ക് അറിയുന്നത് എന്ന് കവി അത്ഭുതത്തോടെ ചിന്തിക്കണം. ദിസ് ബഗ് സോ സ്മാൾ, ബഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജീവി, ചെറിയ ഇൻസെക്റ്റ്. എന്താണ്, സോ സ്മാളാണ്, അത്രയും ചെറുതാണ്. ദിസ് ടൈനി സ്പെക്ക്, ടൈനി എന്ന് പറഞ്ഞാൽ അത്രയും ചെറുത്, സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി, ഒരു കുത്ത് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ചെറുത്. അപ്പോൾ ഇത്രയും ചെറുത്, ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഈ ഒരു ജീവി എന്താണ്, ക്യാൻ ടീച്ചസ് ഓൾ ഹൗ ടു ഏൺ റെസ്പെക്റ്റ്. നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിന്. എന്ത് പഠിപ്പിക്കാൻ? ഹൗ ടു ഏൺ റെസ്പെക്റ്റ്, എങ്ങനെയാണ് ലൈഫിൽ റെസ്പെക്റ്റ്, ബഹുമാനം നേടേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ളൊരു കഴിവ് ഈ ഉറുമ്പുകൾക്കുണ്ട് എന്നാണ് കവി പറയുന്നത്. അപ്പം അത്രയും ചെറിയ ജീവിയാണ്, എങ്കിലും അതിൻ്റെ ആ ലൈഫ് വെച്ചിട്ട് എന്താണ്, ഒരിക്കലും നിർത്താതെ, ക്വിറ്റ് ചെയ്യാതെ, ഒരിക്കലും സ്റ്റേ ചെയ്യാതെ, കാണ്ട് എന്തൊരു വേർഡ് പറയാതെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഉറുമ്പുകളുടെ കൂട്ടത്തെ ശ്രദ്ധിച്ചാൽ കാണാം, അവരുടെ ഭാവിക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യുന്നതും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആളുകളിലേക്ക് വലിയൊരു മെസ്സേജാണ് ഈ ഒരു ആൻസിൻ്റെ ജീവിതം നൽകുന്നത് എന്നാണ് ഈ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാലോ. The poet says that ants don't know the word can't. Why? ഉറുമ്പുകൾക്ക് കാണ്ട്, എനിക്ക് കഴിയില്ല എന്നുള്ളൊരു വേർഡ് അറിയില്ല എന്ന് കവി പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ദേ വിൽ നെവർ ഗിവ് അപ്പ് ഡൂയിങ് സംതിങ്. കാരണം ഒരു കാര്യം ചെയ്യുന്നത് ഒരിക്കലും അവർ നിർത്തി പോവാറില്ല. ദേ ആൾവേസ് ഫൈൻഡ് ന്യൂ വേസ് ടു അച്ചീവ് ദെയർ ഗോൾസ്. അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. In what ways do ants show their strength even though they are small? ആൻസ് അവരുടെ ശക്തി കാണിക്കുന്നത് എന്തൊക്കെ തരത്തിലാണ്, അവർ ചെറുതാണെങ്കിൽ പോലും. There is nothing they can't do. ഒന്നെന്താണ്, അവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. They will climb up, മുകളിലേക്ക് കയറും. Climb over, around and through,
വിത്തൗട്ട് എ സ്റ്റോപ്പ്. ഒരു കാര്യത്തിന് മുകളിലേക്ക് കയറും, അതിൻ്റെ ചുറ്റും നടക്കാനും അതിലൂടെ കയറി പോകാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. വിത്തൗട്ട് എ സ്റ്റോപ്പ്, ഒരു സ്റ്റോപ്പില്ലാതെ. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുന്നത്. വാട്ട് ലെസൺ ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ്സ് ഓഫ് ആൻറ്റ്? ഈ ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനുഷ്യർക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? ഫ്രം ദ ലൈഫ്സ് ഓഫ് ആൻസ് വി ക്യാൻ ലേൺ ഹൗ ടു ഓവർകം ചലഞ്ചസ് ഇൻ അവർ ലൈഫ്. അതായത് ലൈഫിലുള്ള ചലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു മെസ്സേജ് തരുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് അവേ വി നീഡ് ടു ഫൈൻഡ് ന്യൂ വേസ് ടു എൻജോയ്. എന്താണ്, ഒരു പ്രശ്നം വന്ന് അതിൽ നിന്ന് ഓടി ഒളിക്കാതെ മറിച്ച് പുതിയ വഴികൾ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യണം. ആൻസിൻ്റെ ജീവിതത്തിൽ അവർ ചെയ്യുന്നതാണ്. അവർ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് വേറെ വഴി കണ്ടെത്തി മുന്നോട്ട് പോകും. ഒരിക്കലും ആ ഒരു ജോലി ഒഴിവാക്കി അവർ പോവില്ല. ഈ ഒരു വലിയ മെസ്സേജാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. Then activity 1. In the poem Ants, the word aunt and can't are rhyming words. Find out other rhyming words from the poem. ഈ പോയം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ആൻഡ് കാണ്ട് ഈ രണ്ട് എൻഡിങ് വേർഡ്സ് ഒരുപോലെയാണ് സൗണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപോലെ ഉച്ചാരണം വരുന്ന അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റൈമിങ് വേർഡ്സ് എന്ന് പറയാം. ഇനി പോയതിൽ വേറെ റൈമിങ് വേർഡ്സ് എന്തൊക്കെ? സ്റ്റേ, വേ എന്ന് പറയാം, ഗോ, നോ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ആ റൈമിങ് വേർഡ്സിനെ ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മൂവിങ് ടു ആക്ടിവിറ്റി 2. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. താഴെ ഒരു റിഡിൽ കൊടുത്തിട്ടുണ്ട്. റിഡിൽ എന്ന് പറഞ്ഞാൽ കടങ്കഥയൊക്കെ പോലുള്ള ഒന്നാണ്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ. ഞാൻ എന്താണ്, രാത്രിയിൽ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. ബ്രൈറ്റ് ആൻഡ് ഫാർ, തിളക്കമുണ്ട്, ഫാർ ദൂരെയാണ്. ഹൈ ഇൻ ദ സ്കൈ, ആകാശത്ത് വളരെ ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, അതുപോലെ തന്നെ രാത്രിയിൽ പല പാറ്റേണുകളും ആകാശത്ത് ഞാൻ വരയ്ക്കാറുണ്ട്. ഹൂ ആം ഐ, ആരാണ്? സ്റ്റാർസ്, നക്ഷത്രങ്ങളെ കുറിച്ചാണല്ലേ പറയുന്നത്. നൗ മേക്ക് റിഡിൽസ് എബൌട്ട് ആൻഡ് ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. ഇവരെയൊക്കെ കുറിച്ച് ഇതുപോലെ റിഡിൽസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ഉറുമ്പിനെ കുറിച്ച് നമുക്ക് ഐ ആം സ്മോൾ, ഐ ആം സ്ട്രോങ്, ഐ ക്യാരി ഫുഡ് ആൾ ഡേ ലോങ്, ഹൂ ആം ഐ എന്ന് ചോദിക്കാം. ഞാൻ ദിവസം മുഴുവൻ ഭക്ഷണമൊക്കെ വഹിച്ച് ഇങ്ങനെ പോവാറുണ്ട്, ഞാൻ ചെറുതാണ് പക്ഷേ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ. ഇനി ബട്ടർഫ്ലൈനെ കുറിച്ചാണെങ്കിലോ ഐ ആം കളർഫുൾ, ഞാൻ എന്താണ്, വളരെയധികം കളർഫുള്ളാണ്, പല നിറത്തിലും കാണലുണ്ട്. ദെൻ ഐ ആം ഫ്രീ, ഞാൻ ഫ്രീ ആയിട്ട് പറന്ന് നടക്കാറുണ്ട്. ഐ ഫ്ലൈ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പാറിക്കൊണ്ടേയിരിക്കുന്നു. ഹൂ ആം ഐ. ഇനി ബട്ടർഫ്ലൈയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഹണി ബിയെ കുറിച്ച് എങ്ങനെ പറയാം? ഐ ആം സ്മോൾ, ഐ ആം സ്വീറ്റ്, ഐ മേക്ക് ഹണി ടു ഈറ്റ്. ഹൂ ആം ഐ. ഞാൻ എന്താണ്, ചെറുതാണ്, സ്വീറ്റാണ്, ഞാനെന്താണ്, ഭക്ഷണത്തിന് ആവശ്യമായ അല്ലെങ്കിൽ കഴിക്കാൻ ആവശ്യമായ തേൻ ഉണ്ടാക്കുന്നത് ഞാനാണ്. ആരാണ് ഞാൻ? കൂടുതൽ സെൻറ്റൻസസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് റിഡിൽസിനെ ഒന്നുകൂടെ മനോഹരമാക്കാട്ടോ. ദെൻ ആക്ടിവിറ്റി 3. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വേർ ആൻറ്റ്സ് ലിവ്. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കിയിട്ട് ഈ ഉറുമ്പുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തുക. ഒബ്സേർവ് ദം, അവരെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുക, ദൂരെ നിന്നിട്ട് ഒബ്സേർവ് ചെയ്യുക. ഡ്രോ എ പിക്ചർ ഓഫ് ആൻറ്റ്സ് വർക്കിംഗ് ടുഗെദർ. നിങ്ങൾ അവരെ ഒബ്സേർവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഉറുമ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ വരയ്ക്കാനാണ്. അവർ ഭക്ഷണം ക്യാരി ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുക. വരി വരിയായിട്ട് ഇങ്ങനെ ഭക്ഷണം ക്യാരി ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ലേ, അതുപോലൊരു പിക്ചർ ഈ ഒരു താഴെയുള്ള സ്പേസിൽ വരയ്ക്കുക. അതിനുശേഷം റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, പരസ്പരം എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്, കുറച്ച് സെൻറ്റൻസസ്. അപ്പോൾ എഴുതേണ്ട കാര്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ചർ നിങ്ങൾ വരയ്ക്കണം. ആൻസ് ഇങ്ങനെ ഭക്ഷണമൊക്കെ വഹിച്ച് ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്ന രീതിയിലുള്ളൊരു പിക്ചർ അവിടെ വരച്ചു കൊടുക്കുക. ആൻസ് വർക്ക് ടുഗെദർ ടു ഗ്യാദർ ഫുഡ്, ബിൽഡ് ഹോംസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ബേബീസ്. അപ്പോൾ ഉറുമ്പുകൾ എന്താണ്, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട്. എന്തിനൊക്കെ? ഭക്ഷണം ഗ്യാദർ ചെയ്യാൻ, ശേഖരിക്കാൻ, പിന്നെ അവരുടെ വീട്, ബിൽഡ് ഹോംസ്, വീടുകൾ നിർമ്മിക്കാൻ, പിന്നെ അതുപോലെ തന്നെ ടേക്ക് കെയർ ഓഫ് ബേബീസ്, അവരുടെ യങ് ആൻഡ്സിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ നോക്കാനും. ദേ ഹെൽപ്പ് ഈച്ച് അതർ ബൈ ക്യാരിയിങ് തിങ്സ് ടുഗെദർ. അവരെന്താണ് വലിയ വസ്തുക്കളൊക്കെ ഒരുമിച്ച് ക്യാരി ചെയ്യാൻ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട്. വർക്കിംഗ് ആസ് എ ടീം ആൻഡ് സപ്പോർട്ടിങ് വൺ അനദർ. പിന്നെ എന്താണ്, അവർ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ടീമായിട്ടാണ് അവരെപ്പോഴും വർക്ക് ചെയ്യുന്നത്.
ദിസ് ടീം വർക്ക് മേക്സ് ദ കോളനി സ്ട്രോങ് ആൻഡ് ഹാപ്പി. അവരുടെ ഇടയിലുള്ള ഈ ഒരു ടീം വർക്കാണ് അവരുടെ കോളനി അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിനെ എപ്പോഴും സ്ട്രോങ്ങും ഹാപ്പിയും ആയിട്ട് വയ്ക്കുന്നത്. ഇനി ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കണം കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. സോ ടോട്ടൽ 3 ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഫസ്റ്റിൽ ഒരു 3 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആൻസർ ചെയ്തത്. അതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പോയത്തിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പോയം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ആൻറ്റിനെ കുറിച്ചുള്ള ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പോയാണ്. അവരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അവർ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്ത് പാഠമാണ് മനുഷ്യർക്ക് അവർ നൽകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ കവി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റീഡ് ആൻഡ് എൻജോയ്. താങ്ക് യു ഓൾ.